ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സർക്കാരിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ സമ്മേളനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നു. നമ്മൾ വീഡിയോ സർക്കാരിൻ്റെ സർക്കാർ എന്താ പറഞ്ഞത്, അവർ അധികാരത്തിലേറ്റതിന് ശേഷം ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഒരുപാട് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ പോലും 10 വർഷം കൊണ്ട് നമ്മൾ മടുത്ത ഒരവസ്ഥയിൽ നിന്ന് ഒരു പുതിയ സർക്കാർ വന്നു, ഒരു പുതിയ ഉദയമാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ വാഗ്ദാന പത്രികയിൽ പറഞ്ഞ 5 ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടായിരുന്നല്ലോ, അതിൽ 2 ഗ്യാരണ്ടിയാണ് ആദ്യത്തെ മന്ത്രിസഭാ സമ്മേളനത്തിന് ശേഷം അവർ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, രണ്ടെണ്ണമാണ് പ്രഖ്യാപിച്ചെങ്കിലും അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി, ഒരു പ്രത്യേക വകുപ്പ് തന്നെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ഈ വയോജനങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിലായിരുന്നു ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് അഴിമതിയാണ്, ഒരുപാട് കറപ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ 2018 സുഖമില്ലാതെ കിടന്ന് അമ്മ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മലമൂത്ര വിസർജനം എല്ലാം കിടന്ന് തന്നെയായിരുന്നു. ഞാനിവിടെ LLMന് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് എക്സാം ടൈമിലായിരുന്നു. അപ്പോൾ എനിക്കവിടെ ഞാനൊരു ഹോം നേഴ്സിനെ നിർത്തിയിരുന്നതാണ്, വീട്ടിൽ ഹോം നേഴ്സിനെ നിർത്തിയിട്ടാണ് ഞാനിവിടെ ഹോസ്റ്റലിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ വിളിക്കുന്ന അനുസരിച്ചാണ് പോണേ. അപ്പോൾ അമ്മ തറയിൽ വീണ് കിടന്നിട്ട് ഞാൻ എക്സാം ഹാളിലിരിക്കുകയാണ്, അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം ഹാളിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അമ്മ തറയിൽ വീണ് കിടന്നിട്ട് പോലും അമ്മേനെ ഒന്ന് പൊക്കിയെടുത്ത് അല്ലെങ്കിൽ തൊട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് എടുത്ത് ബെഡിൽ കിടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അവർക്ക് ഞാനൊരു 20,000 25,000 എന്തോ സാലറി കൊടുത്തിട്ടാണ് ഹോം നേഴ്സിനെ നിർത്തിയിരുന്നത്. പിന്നെ ഫുഡും അക്കോമഡേഷനും എല്ലാം അതുകൂടാതെയാണ് 25,000 രൂപ കേട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് പോലും എന്നിട്ട് ഞാൻ എക്സാം കഴിഞ്ഞ് 12:30 മണിക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കുറേ മിസ് കോൾ കണ്ട്. തിരിച്ച് വിളിച്ചപ്പോഴാണ് അമ്മ വീണ് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, അടുത്ത് പോയി പറഞ്ഞ് അമ്മേനെ ബെഡിലേക്ക് കയറാം, എനിക്കിവിടെ ആരെയും പരിചയമില്ല, എനിക്ക് അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റില്ല, ഞാൻ ഈ വീട്ടിനകത്തുള്ള പണിയെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കയർക്കുവാണ് ആ ഒരു സ്ത്രീ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടിയും എടുത്തുകൊണ്ട് കൊല്ലത്ത് ചെന്നിട്ടാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാനും അവരും ചേർന്ന് അമ്മയ്ക്ക് നല്ല വണ്ണമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അടുത്തുള്ള ഏതെങ്കിലും അവിടെ കടയിലോ മറ്റിടത്ത് ചെന്ന് വിളിച്ചെങ്കിൽ ആരെങ്കിലും വന്ന് അമ്മേനെ കൊണ്ട് ഈ ബെഡിൽ അമ്മേനെ കിടത്തിയേനെ. അപ്പം ഞാനും കൂടി ചെന്നിട്ട് പിന്നെ അമ്മേനെ കൊണ്ടെടുത്ത് എനിക്കത് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, എനിക്കൊരു വഴിയില്ലായിരുന്നു. ലാസ്റ്റ് ഞാനിവിടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു ഇങ്ങനെ ഇതേപോലെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചോദിച്ചു എത്ര രൂപയാണ് ഇങ്ങനെ. അപ്പോൾ പെയ്ഡ് ഓൾഡ് ഏജ് ഹോം എന്നാണ് അടിച്ചത്. അങ്ങനെ പെയ്ഡ് ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു പെയ്ഡ്, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, ഓൾഡ് ഏജ് ഹോം. അപ്പോൾ അവർക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഗ്രാൻഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നീടാണത് മനസ്സിലാക്കിയത്. അവരപ്പോൾ പറഞ്ഞ് 27,000 രൂപയാണ് നമ്മൾ അമ്മേനെ ഒരു മാസം അവിടെ നിർത്തുന്നതിന്, 27,000 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ കാരണം ഞാൻ ഇവർക്ക് 25,000 ഫുഡും അക്കോമഡേഷനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് ഈ ട്രിവാൻഡ്രം തൊട്ട് ഞാൻ ഈ ട്രിവാൻഡ്രത്തിരുന്ന് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്മേനെ ആംബുലൻസിലും ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടെടുത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഫെസിലിറ്റിയും ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അല്ല, ഹോസ്പിറ്റലിലെ പോലെ തന്നെ ഒരു ഡോർമെറ്ററി പോലുള്ള സ്ഥലത്ത് ഒരേ അമ്മമാരെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഒട്ടും വയ്യാത്ത അമ്മമാരെയും അല്ലാത്ത അമ്മമാരെയും തരംതിരിച്ചാണ് കിടത്തിയിരിക്കുന്നത്. അച്ഛന്മാർക്ക് വേറെ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഒരു നേഴ്സുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് എന്തായാലും അങ്ങനെ ഞാൻ അവിടെ അമ്മേനെ കൊണ്ടുപോയി. അപ്പോൾ അമ്മ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കത്തില്ല, ഓട്സ് കാര്യങ്ങളൊക്കെ മാത്രം അമ്മ ഇച്ചിരി കോരി കൊടുത്താൽ മാത്രമേ കുടിക്കൂ. പിന്നെ അതുപോലെ തന്നെ മൂത്രമൊക്കെ ഉപയോഗിക്കാൻ പാഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ട്യൂബൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്കണം. ഓരോ ദിവസവും 3 പാഡ്. കാരണം അന്ന് 100 രൂപയാണ്, 100 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 പാഡും കണ്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം തന്നെ 1 കവർ 2 കവർ പാഡ് വേണം. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു. ആദ്യം എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ, നൈറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചോദിക്കും. ബെഡ്ഷീറ്റ്, ചിലപ്പം ബെഡ്ഷീറ്റ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ എടുത്തങ്ങ് കളയും. അപ്പോൾ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് ഇനി ഇവർ ഉപയോഗിക്കുന്നോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല, അവരുടേതായിട്ടുള്ള പച്ച തുണിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും അവിടെ എൻ്റെ അമ്മയെ ഞാൻ അവിടെ നിർത്തി. ഒരു 2-3 മാസത്തേക്ക് എനിക്ക് അമ്മയെ അവിടെ നിർത്തേണ്ടി വന്നു. പിന്നെ അതിനുശേഷം അമ്മയ്ക്ക് തീരെ വയ്യാതായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ GG ഹോസ്പിറ്റലിൽ അമ്മേനെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അമ്മ മരിച്ചു.
പക്ഷേ എന്നാൽ പോലും ഞാൻ എപ്പോഴും എന്നിട്ട് പിന്നീടാണ് അറിയുന്നത് ഇത് ഗവൺമെൻറ് ഗ്രാൻറ്റ്. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഇയാൾ എൻ്റെ അടുത്ത് അയാൾക്കൊരുന്നെ ഒരു കേസ് വന്നു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഡീറ്റെയിൽസ് എനിക്ക് തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഗവൺമെൻറ് ഗ്രാൻറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാ വർഷവും ഇവർ ഗ്രാൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. എത്രയോ ഒരു വലിയ എമൗണ്ട് ഗ്രാൻറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതേ കണക്കുള്ള ഒരുപാട് അഴിമതി സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ഈ വയോജനങ്ങളുടെ പേരിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വകുപ്പ് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ LLMൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ എൻ്റെ ഓൾഡ് ഏജ് ഹോം ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. കേരളത്തിലെ ഓൾഡ് ഏജ് ഹോമും അവിടുത്തെ അന്തേവാസികളും എന്നുള്ളതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും കേരളത്തിലെ അത്യാവശ്യം എല്ലാ ഓൾഡ് ഏജ് ഹോമിലും എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ അവിടുന്ന് ഞാൻ ഡാറ്റാസ് കളക്ട് ചെയ്തു. ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും വിഷമങ്ങളും വേദനകളും ഒക്കെ എനിക്ക് മനസ്സിലായി. അവരുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും വയോജന വകുപ്പ് വളരെ അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് എന്നോട് ചോദിച്ചാൽ അതിനകത്ത് നിങ്ങൾ എതിർക്കുന്നോ അനുകൂലിക്കുന്നോ എസ് ഓർ നോ പറയാൻ പറഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. ഒരു 50-50 ചാൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധ്യത നോക്കണം. സ്ത്രീകളുടെ പിന്നെ വരുമാനം, അതുപോലെ തന്നെ സ്ത്രീകളുടെ ജോലി. അവർ വളരെ താഴ്ന്ന നിലവാരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിയൂണുണ്ട്, പിന്നെ എന്താ പറയുക, സെർവൻറ്റ്. ഈ പിയൂൺ അല്ലല്ലോ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് തസ്തികയിൽ ഗവൺമെൻറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കടകളിൽ പോണവർ ഇവരെല്ലാം ഉണ്ട്. പാചക തൊഴിലാളികളുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലെ ലാബ് ടെക്നീഷ്യൻ, നേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുമുള്ള വളരെ വളരെ പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലിടങ്ങളിൽ സാധാരണ കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാനിവിടെ പറയുന്നത്. കാരണം നമ്മുടെ സമ്പൽ വ്യവസ്ഥ, ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയൊന്ന് ഉയരുന്നത് വരെ ഈ ഇത്രയും ബാധ്യത ഏറ്റെടുത്താൽ കോർപ്പറേഷൻ തന്നെ പൂട്ടിപ്പോകും എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ, നമുക്കിപ്പോൾ സാധ്യമായ കാര്യങ്ങൾ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഏറ്റവും ബെറ്റർ. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട എന്നല്ല, സ്ത്രീകളുടെ മാനദണ്ഡം നോക്കി കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ മാനദണ്ഡം എന്നാൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരും. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്ത? പുരുഷന്മാരല്ലേ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരല്ലേ ഒരു കുടുംബത്തിൻ്റെ നട്ടലായി മാറുന്നത്? കറക്റ്റാണ്, പുരുഷന്മാരുടെയും. അപ്പോൾ ഈ ആദ്യം നമ്മളിപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി ആണല്ലോ ഇവിടെ പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം കൊടുക്കുമെന്നാണ്. അപ്പോൾ അതിനകത്ത് പുരുഷന്മാർ വരുന്നില്ല. എന്നാലും ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയുന്നതും ഈ മാനദണ്ഡം നോക്കി ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത തേർഡ് സ്റ്റേജ് വരുവാണെങ്കിൽ പുരുഷന്മാർക്കും ഒരു പരിഗണന ഇതിന് കൊടുക്കാവുന്നതാണ്. വളരെ താഴ്ന്ന വരുമാനമുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കുന്ന വീട്ടിൽ അത്രമാത്രം BPL കാർഡുകൾ, അങ്ങനെയുള്ള മാനദണ്ഡം നോക്കി പുരുഷന്മാർക്ക് കൂടി ഒരു ചെറിയ വിഭാഗം പുരുഷന്മാർക്ക് കൂടി ഇത് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. അവർക്ക് ഒരു 50 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ 50 രൂപയാണ് ഇന്ന് വേണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു 100 രൂപ കിട്ടും. നമുക്കൊരു 10,000 രൂപ സാലറി ഉള്ള ആൾക്ക് 25 ദിവസം ജോലി ചെയ്താൽ 2,500 നമുക്ക് ഇതേ കണക്കിന് ഒരു ട്രാവൽ അലവൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ച് കിട്ടുന്നില്ല. നമുക്കൊരു സൗജന്യ ടിക്കറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊരു 2,500 അതിനകത്ത് ലാഭം കിട്ടും. ഈ 2,500 കൊണ്ട് നമുക്ക് ഒരു ദിവസം എന്തിനാ പറയുന്നത്, നമ്മൾ കേബിൾ ചെയ്യാൻ കറണ്ട് ചാർജ് അടയ്ക്കാം. ഒന്നുമില്ലെങ്കിൽ കറണ്ട് ചാർജ് ഒരു 1000 രൂപ കറണ്ട് ചാർജ് വന്നാൽ കറണ്ട് ചാർജ് അടക്കാം, വെള്ളത്തിനടയ്ക്കാം. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും ഒരു മാസത്തേക്കുള്ള ഒരു ഗ്യാസ് എടുക്കാൻ പറ്റും. പോട്ടെ, പിന്നെ കറണ്ട് ചാർജിന് ഗ്യാസ് എടുക്കാൻ പറ്റും, വെള്ളത്തിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും ഇതിൽ നിന്ന് സ്വരൂപിച്ച് ഈ ടിക്കറ്റ് നമുക്ക് ലാഭം കിട്ടുന്ന കാശിൽ നിന്ന് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കടന്നു പോകും എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. സോ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഞാൻ MA എക്കണോമിക്സുകാരിയാണ്, നമ്മളൊരു സമ്പൽ വ്യവസ്ഥ, ഒരു ഇക്കണോമിക് സിസ്റ്റം തകർന്നു പോകാതെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ നല്ലതായിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സാധ്യത നോക്കി ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരും അതുപോലെ സാധാരണക്കാരായ സ്ത്രീകളുടെ മാനദണ്ഡം നോക്കി മാത്രം ഈ ഒരു സൗജന്യ ടിക്കറ്റ് നിരക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് ഒരുപാട് പേര് ഈ പദ്ധതി തകർക്കാൻ വേണ്ടി നോക്കും. അതിൻ്റെ പേരിലാണല്ലോ നമ്മൾ കണ്ടത്. നേരത്തെ മഹിളാ മോർച്ചക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നും പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട വനിതാ കണ്ടക്ടറുടെ കുത്തിന് പിടിച്ച് അവരെ ടിക്കറ്റ് വാങ്ങിച്ച് അവരുടെ ശമ്പളത്തിന് ഇത് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതേ കണക്ക് ഈ പദ്ധതി പൊളിക്കാൻ വേണ്ടി നോക്കും. അതെന്തിനാണ്? അത് ജനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. പദ്ധതി പൊളിക്കുക, ഒരു സർക്കാർ കയറുമ്പോൾ ആ സർക്കാർ ജനപ്രിയ പദ്ധതി കൊണ്ടുവന്നാൽ അതിനെ തകർക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശമാണ്. അതിന് നേതൃത്വം പോലും ശാസിച്ചു.
ആശ്വാസിച്ചു. അതൊരു വിവരമില്ലായ്മയും നമുക്ക് പറയാൻ പറ്റും അല്ലേ. 15-ാം തീയതി ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ ഇലക്ഷനെ വോട്ട് ചോദിക്കുന്നതിന് മുമ്പേ 15-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർക്കാരുകൾ, ഇപ്പം നമ്മളൊരു സർക്കാരിനെ കുറ്റം പറയില്ല, മുന്നുള്ള സർക്കാരും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായാലും കേരളത്തിൽ മുന്നേ ഭരിച്ച സർക്കാരായാലും അവരെന്തെല്ലാം വാഗ്ദാനങ്ങളാണ് തന്നത്. അപ്പോൾ അവരെയൊക്കെ കുത്തിന് പിടിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ നമുക്കൊരു എന്താ പറയുക, ഒരു രീതികളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു മന്ത്രിസഭ വരണം, ആദ്യം മന്ത്രിയെ തീരുമാനിക്കണം, മന്ത്രിസഭ വരണം, സത്യപ്രതിജ്ഞ ചെയ്യണം, പിന്നീട് അവർ മന്ത്രിസഭ യോഗമുണ്ട്, അതിനുശേഷം പിന്നെ അതിനകത്ത് എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് അവർ തീരുമാനം എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ ഇലക്ഷന് മുമ്പ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സമരത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിവരമില്ലായ്മയെന്ന് എനിക്ക് അതിന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ KSRTCയിലെ നമ്മൾ ഈ ഒരു സൗജന്യ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പറയും, മാനദണ്ഡം നോക്കി മാത്രം ചെയ്യുക ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നീട് സമ്പൽ വ്യവസ്ഥ, നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം പ്രോഗ്രസ് ആവുന്ന, ഡെവലപ്പ് ആവുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ സൗജന്യത്തിലേക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കോർപ്പറേഷൻ അത് വലിയ ബാധ്യതയിലേക്കായിരിക്കും പോകുന്നത്. കാരണം നമ്മുടെ ഇക്കണോമിക് അവസ്ഥ, സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്, അത്രയും വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് നമുക്ക് ഈ മാധ്യമങ്ങളിൽ നിന്ന്, പത്രമാധ്യമങ്ങളിൽ നിന്ന്, വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും VDS സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളിൽ 2ഉം നടപ്പിലാക്കുകയാണ്. ജൂൺ 15-ാം തീയതി മുതലാണ് സൗജന്യ ബസ് സർവീസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ അത് പുരുഷന്മാർക്കും കൂടി ഉപകരിക്കാൻ, വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ശമ്പളം കുറഞ്ഞ കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള പുരുഷന്മാർക്കും കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ കാരണം ഫെമിനിസം, നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യ നീതിയാണല്ലോ. പിന്നെ ആവശ്യമില്ലാത്തതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും നമ്മൾ പിന്നെ പുരുഷന്മാരുടെ തോളെ കയറുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. എല്ലാത്തിനും പുരുഷന്മാരെ അടിച്ചാക്ഷേപിക്കുക, അവരെ തോളെ കയറുക, അവർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ സമൂഹത്തിൽ മോശക്കാരാക്കുക എന്നുള്ളതല്ല ഫെമിനിസം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരൊപ്പം തന്നെ തുല്യനീതി, തുല്യ അവകാശം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ തുല്യനീതി ഇപ്പുറത്തും വേണമല്ലോ, പുരുഷനും വേണമല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പക്ഷേ എന്നാൽ പോലും സ്ത്രീ കുറച്ചു എല്ലാത്തിലും ഒരു വീക്കായിട്ടുള്ളൊരു പോയിൻ്റ് ആയതുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ആനുകൂല്യങ്ങളാവാം, ഫേവറാകാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പം പിന്നെ സിൽവർ ലൈൻ പദ്ധതി നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതി ഇന്ന് നിർത്തി. പിന്നെ എന്തൊക്കെ പിന്നെ അത് വലിയ പദ്ധതിയും പ്രശ്നമായി. കുറ്റിയൊക്കെ ഇന്ന് നാളെ തൊട്ട് പറിക്കുമെന്ന് പറയുന്നത്, മഞ്ഞക്കുറ്റിയെ, നമ്മുടെ പഴയ മഞ്ഞക്കുറ്റി. പിന്നെ അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് പുനരന്വേഷിക്കാനായിട്ട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചികിത്സാപ്പിഴവാണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുൾക്കിരീടം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയായിരുന്നു. അപ്പോൾ അതിനകത്ത് വേണു എന്ന് പറയുന്ന ചികിത്സാപ്പിഴവ് മൂലം മരിച്ച ഒരാൾക്ക് 5 ലക്ഷം രൂപ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. ഇനി അവർ നല്ലൊരു പഠനമാണ് നമ്മുടെ ധവളപത്രം 10 ദിവസത്തിനകം നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഒരു ജനപ്രിയ സർക്കാരായിട്ട് വരാൻ കഴിയട്ടെ. ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് മാത്രം നമ്മൾ ആശംസിക്കുന്നു. കാരണം എത്രമാത്രം കഴിയും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്നാലും കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. 10 വർഷം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് പോയത്. വികസനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വികസനം പല മേഖലകളിലും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇരട്ടി അഴിമതിയായിരുന്നു. വികസനം റോഡാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. റോഡുകളും കുറേ സ്ഥലങ്ങളിൽ റോഡുകൾ, പാലങ്ങൾ വന്നു. പിന്നെ സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളാക്കി. കാരണം 10 വർഷം മുമ്പുള്ള സ്മാർട്ട് പദ്ധതി തന്നെ അവർ കൃത്യമായിട്ട് കുറച്ച് നടപ്പിലാക്കിയതുകൊണ്ട് സ്മാർട്ട് സ്കൂൾസ് വന്ന്. അതെല്ലാം കറക്റ്റാണ്, അല്ലെന്നൊന്നും നമ്മൾ പറയുന്നത്. നമ്മുടെ നികുതി പണം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. അതിനാണല്ലോ നമ്മൾ സർക്കാരുകളെ നിയമിച്ചിരിക്കുന്നത്. നമ്മളിവരെ നമ്മളുടെ സേവകരാണല്ലോ, നമ്മളെ സേവിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ദൗത്യം. അല്ലാണ്ട് ഇവർക്ക് വേറെ പാറ കെട്ടുന്ന പണിയൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. നമ്മളെ സേവിക്കുക, അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും എടുത്ത് നമ്മളിങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. സോ എന്തായാലും അവരും VDS സർക്കാരിന് നല്ല ജനപ്രിയ കാര്യങ്ങൾ നടത്തട്ടെ. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ മന്ത്രിസഭയെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും 2 പദ്ധതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ രണ്ടാമത്തെ പദ്ധതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആലോചിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ആലോചിച്ച് ബാധ്യതയില്ലാതെ സാധ്യത നോക്കി ചെയ്യുക. വിമർശനങ്ങൾ ഉണ്ടാവാം, ആ വിമർശനങ്ങളൊന്നും ഇവർ നോക്കേണ്ട ആവശ്യകതയില്ല. നമ്മളുടെ ഇക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ പിന്നെ കോർപ്പറേഷൻ തകർന്നു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കി, സാധ്യത നോക്കി മാത്രം ഫ്രീ ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർക്കും അതേ ലെവലിലുള്ള, അതേ ഒരു അവസ്ഥയിലുള്ള സാധ്യതയിലുള്ള പുരുഷന്മാർക്കും കൂടി ഭാവിയിൽ ഇപ്പോഴല്ല ഭാവിയിൽ കൊടുത്താൽ നല്ലതായിരിക്കും. അതൊരു കുടുംബത്തിനൊരു അത്താണിയാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക്